ഹായ് ഫ്രണ്ട്സ്, മാംഗ്ലൂരിൽ നിന്ന് ചിക്കമംഗ്ലൂരിലേക്ക് നമ്മളൊരു ടൂറിസ്റ്റ് ബസ്സിനാണ് പോയത്. അടിപൊളി ബസ്സായിരുന്നു, അടിപൊളി വൈബായിരുന്നു. പിന്നെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ഇടയ്ക്ക് നിർത്തി എല്ലാവരും ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് കയറിക്കഴിഞ്ഞ് പാട്ടൊക്കെ ഇട്ട് എല്ലാവരും തകർത്ത് വാരി. നല്ലതായിട്ട് എല്ലാവരും ഡാൻസൊക്കെ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ഓൺ ദ വേ റോഡ് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞായിരുന്നു. പക്ഷേ എല്ലാവരും ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്തിരുന്നുകൊണ്ട് ആർക്കും വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാകാതെ അങ്ങ് എത്താൻ പറ്റി. നമ്മൾ ചെന്നത് JK ഹോം സ്റ്റേയിലായിരുന്നു. അവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദോശ, ഇഡ്ഡലി, പൂരി, ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. ദെൻ ഞങ്ങൾ നേരെ ലഗേജൊക്കെ ആയിട്ട് അവിടെ ചെന്നു. ഫ്രഷായി സെക്കൻഡ് കോസ്റ്റ്യൂമൊക്കെ എല്ലാവരും ചേഞ്ച് ചെയ്തു. നമ്മൾ സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങി. എല്ലാവരും പല പല ഗ്രൂപ്പായിട്ട് ഓരോ ജീപ്പിലേക്കാണ് കയറിയത്. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഫസ്റ്റ് ഒരു സ്റ്റാച്ചു കാണാനാണ്. ചിക്കമംഗ്ലൂരിലെ ഫേമസ് സ്റ്റാച്ചു ആണ്. ഇടയ്ക്കൊക്കെ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ദെൻ അവിടെ പോയി ഞങ്ങൾ ആ ഫോട്ടോസൊക്കെ എടുത്തു. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. മുള്ളിയാനഗരിയിലുള്ള പോണ വഴി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാഗമൺ റൂട്ടൊക്കെ പോലെ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു മലയുടെ മുകളിലോട്ട് പോകുന്നത്. നല്ല ബ്ലോക്കായിരുന്നു, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇതാണ് ആ വെള്ളച്ചാട്ടം. അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നിയത്, നിങ്ങൾ കാണുന്നതാണ് ചിക്കമംഗ്ലൂരിലെ വെള്ളച്ചാട്ടം. കേരളത്തിലെ വെള്ളച്ചാട്ടം സ്വർഗ്ഗം മക്കളെ, സ്വർഗ്ഗം. ആദ്യം കണ്ടപ്പോൾ തോന്നി ഇതാണോ വെള്ളച്ചാട്ടമെന്ന്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അതിൻ്റെ ബാക്ക് വശത്തോട്ട് കുറേ ഉണ്ടായിരുന്നു നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. കല്ലുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകി വരുന്ന ആ സൗണ്ടും അതുപോലെ ആ തണുപ്പും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. നല്ല തണുത്ത വെള്ളമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ റീൽസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. കുറേ നേരം ഞങ്ങളവിടെ എൻജോയ് ചെയ്തു. പിന്നെ നമുക്ക് സമയം ലിമിറ്റഡ് ആയതുകൊണ്ടും കുറേ കാര്യങ്ങൾ കാണാനുള്ളത് കൊണ്ടും അധികം സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് വേഗം അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ലഞ്ച് ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. സോ നെക്സ്റ്റ് വീഡിയോ നാളെ കാണാം.